ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്തു നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എന്താണ്, നിങ്ങൾ ഏത് ഭാഗമാണ് ക്ലിയർ ആക്കാതെ പോയതെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്തു നോക്കുക. കേരള ജോഗ്രഫി ഭാഗത്ത് നിന്നുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ്. 10 ക്വസ്റ്റ്യൻസിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. റിലേറ്റഡ് ഫാക്ട്സ് പറയുന്നുണ്ട്. പഠിക്കാത്ത ഫാക്ട്സുകൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം, തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ കുടിവെള്ള വിതരണത്തിനായി നിർമ്മിച്ചിട്ടുള്ള കേരളത്തിലെ അണക്കെട്ട് ഏതാണ്? ഒന്നും കൂടി ക്വസ്റ്റ്യൻ, തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ കുടിവെള്ള വിതരണത്തിനായി നിർമ്മിച്ചിട്ടുള്ള കേരളത്തിലെ അണക്കെട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ശിരുവാണി അണക്കെട്ടാണ്. അപ്പോൾ ശിരുവാണി പുഴ ഏതിൻ്റെ പോഷക നദിയാണെന്ന് ഓർമ്മിച്ചിരിക്കണം. ഭവാനി നദിയുടെ, കേരളത്തിലെ നദിയാണ് ഭവാനി നദി. ഈ ഭവാനി നദിയുടെ പോഷക നദിയാണ് ശിരുവാണിപ്പുഴ. ഈ ശിരുവാണിപ്പുഴ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് നമ്മുടെ ഈ ശിരുവാണി അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ശിരുവാണിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ശിരുവാണി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണ്ണാർക്കാട് താലൂക്കിലാണ്. മണ്ണാർക്കാട് താലൂക്ക് പാലക്കാട് ജില്ലയിലാണ്. ഈ ശിരുവാണിപ്പുഴ ഏതിന്റെ പോഷക നദിയാണ്? ഭവാനി നദിയുടെ പോഷക നദിയാണ്. കേരള തമിഴ്നാട് സർക്കാരുകൾ ചേർന്ന് 1973 ഒരു കരാർ രൂപം നൽകി. ഈ കരാർ പ്രകാരമാണ് കോയമ്പത്തൂർ പട്ടണത്തിലേക്കും അതുപോലെ സമീപ പ്രദേശങ്ങളിലേക്കും ശിരുവാണി അണക്കെട്ടിൽ നിന്നും വെള്ളം ലഭ്യമാക്കുന്നത്. അപ്പോൾ ഈ വർഷം മറക്കരുത്, 1973 ഒരു കരാർ പ്രകാരമാണ് ഈ കോയമ്പത്തൂർ പ്രദേശത്ത് നമ്മുടെ ശിരുവാണി അണക്കെട്ടിൽ നിന്നും വെള്ളം ലഭ്യമാകുന്നത്. തമിഴ്നാട്ടിലെ സിംഗമ്പതിയിലുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലാണ് ശിരുവാണി അണക്കെട്ടിലെ ജലം ശുദ്ധീകരിക്കുന്നത്. ഇത് ജസ്റ്റ് ഓർമ്മിച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ശിരുവാണി അണക്കെട്ട് പോഷക നദി ഏതിൻ്റെതാണ്? നമ്മുടെ ഭവാനി നദിയുടേതാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മണ്ണാർക്കാട് താലൂക്കിലാണ്. ഈ ഒരു ഉടമ്പടി കരാർ രൂപം നൽകിയത് 1973 ഓക്കെ ആണല്ലോ. അടുത്തത്, പേപ്പാറ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? പേപ്പാറ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കരമനയാറിലാണ് പേപ്പാറ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ് കരമനയാറ്. ഈ കരമനയാറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ളതാണ് പേപ്പാറ അണക്കെട്ട്. തിരുവനന്തപുരം ജില്ലയില് കരമനയാറിന് കുറുകെയുള്ള ആർച്ച് ഡാമാണ് അരുവിക്കര അണക്കെട്ട്. അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കരമനയാറിലുള്ള 2 അണക്കെട്ടുകളാണ്. ഒന്ന് പേപ്പാറ അണക്കെട്ട്, അടുത്തത് അരുവിക്കര അണക്കെട്ട്. അരുവിക്കര അണക്കെട്ട് എങ്ങനെയാണ്? അതൊരു ആർച്ച് ഡാമാണ്, അത് അരുവിക്കര ഡാമാണ്. ഓക്കെ, തിരുവനന്തപുരം നഗരത്തില് കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന സ്രോതസ്സാണ് ഈ കരമനയാറ്റിലുള്ള അരുവിക്കര അണക്കെട്ട്. ഓക്കെ ആണല്ലോ. അടുത്തത്, ഏത് ജലവൈദ്യുത പദ്ധതിയുടെ പ്രധാന ജലസംഭരണിയാണ് മൂഴിയാറ്? ഏത് ജലവൈദ്യുത പദ്ധതിയുടെ പ്രധാന ജലസംഭരണിയാണ് മൂഴിയാറ്? ഏതിൻ്റെയാണ് മൂഴിയാറ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കക്കാടിൻ്റെതാണ്. പെരിയാറല്ല, കക്കാടിൻ്റെ പ്രധാന ജലസംഭരണിയാണ് മൂഴിയാറ്. ഈ മൂഴിയാറ് സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ കക്കാട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ട ജില്ലയിലാണ് കക്കാട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കക്കാട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിലാണ്. എവിടെയാണ്? റാന്നി താലൂക്കിലാണ്. ഈ റാന്നി താലൂക്കിലെ സീതാത്തോട് എന്ന പ്രദേശത്താണ് കക്കാട് ജലവൈദ്യുത പദ്ധതിയുടെ പവർ ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പർ മൂഴിയാർ അണക്കെട്ടെന്നും അറിയപ്പെടുന്നത് നമ്മുടെ മൂഴിയാർ അണക്കെട്ടാണ്. പമ്പയുടെ പോഷക നദിയായ കക്കിയിലാണ് കക്കി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതും പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പൊ കക്കാട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഇത് എവിടെയാണ്? മൂഴിയാർ അണക്കെട്ടാണ് എന്നും അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്താണ് കാണപ്പെടുന്നത്. ദെൻ പമ്പയുടെ പോഷക നദിയായ കക്കിയിലാണ് കക്കി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പത്തനംതിട്ട ജില്ലയിലാണ്. ഓക്കെ ആണല്ലോ. അടുത്തത്, ഏത് അണക്കെട്ടിന്റെ ജലസംഭരണിക്ക് ചുറ്റുമായാണ് തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്?
ഏത് അണക്കെട്ടിന്റെ ജലസംഭരണിക്ക് ചുറ്റുമായാണ് തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുല്ലപ്പെരിയാർ ആണ്. എന്താണ്? മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാറിനെ പറ്റിയിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വന്നിട്ടുണ്ട്. ഒന്നാമത്തത്, ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നു എന്നതാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ. എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മുല്ലപ്പെരിയാർ. അതുപോലെ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ്, കുമളി ഗ്രാമപഞ്ചായത്തിലാണ്. ഇടുക്കി ജില്ലയില് പീരുമേട് താലൂക്കില് കുമളി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിന്റെ പോഷക നദിയായ മുല്ലയാറിന് കുറുകെയാണ് ഏത്? ഈ അണക്കെട്ട്. പെരിയാറിന്റെ പോഷക നദിയായ മുല്ലയാറിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ നിശ്ചിത അളവ് വെള്ളം തമിഴ്നാട്ടിലെ ജലസേചനത്തിനും വൈദ്യുതി നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. ഓക്കെ, സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് ഏത് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്? സുർക്കി മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാണ് നിർമ്മാണം ആരംഭിച്ചത്? 1887 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചത്. 1895 ഇതിന്റെ പണി പൂർത്തിയാക്കിയത്. അപ്പോൾ 1895 മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പണി പൂർത്തിയാക്കിയത്. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടാണ് ഏത്? നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഓക്കെ, അടുത്തത്, കേരളത്തിലെ ഏത് അണക്കെട്ടിന്റെ ശില്പിയാണ് ജോൺ പെനിക്വിക്ക്? കേരളത്തിന്റെ ഏത് അണക്കെട്ടാണ് ഏത്? ജോൺ പെനിക്വിക്ക്. ഏത് അണക്കെട്ടിന്റെ ശില്പിയായിരുന്നു ജോൺ പെനിക്വിക്ക്? ഏതിന്റെയാണ്? ഓപ്ഷൻ ബി ആണ്, മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആണ് ജോൺ പെനിക്വിക്ക്. അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഉപജ്ഞാതാവും സൃഷ്ടികർത്താവുമായി അറിയപ്പെടുന്നത് ഇംഗ്ലീഷ് എഞ്ചിനീയർ ആയ ജോൺ പെനിക്വിക്കാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണത്തിന്റെ പ്രധാനപ്പെട്ട സഹായി ആരായിരുന്നു? മേജർ റൈവ് ആണ്. മേജർ റൈവ്, മറക്കരുത്, മേജർ റൈവ് ആയിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിന് നമ്മുടെ ജോൺ പെനിക്വിക്കിനെ സഹായിച്ച വ്യക്തി. മേജർ റൈവ്. തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുനാളും ബ്രിട്ടീഷ് ഭരണാധികാരികളുമായി പെരിയാർ പാട്ടക്കരാറിൽ ഒപ്പിട്ടത് 1886 ഒക്ടോബറിലാണ്. തിരുവിതാംകൂറിന് വേണ്ടി കരാറിൽ ഒപ്പിട്ട ദിവാൻ ആരായിരുന്നു? വി രാമയ്യങ്കാർ ആയിരുന്നു. ഇതും ഓർമ്മിച്ചിരിക്കുക. എന്താണ്? നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു പെരിയാർ പാട്ടക്കരാർ ഉണ്ടാക്കി ബ്രിട്ടീഷുകാരും വിശാഖം തിരുനാളും തമ്മിൽ. ഇത് 1886 ഈ കരാർ പ്രകാരം തിരുവിതാംകൂറിന് വേണ്ടിയിട്ട് ഈ ഒരു കരാറിൽ ഒപ്പിട്ട ദിവാൻ ആരായിരുന്നു? വി രാമയ്യങ്കാർ ആയിരുന്നു. ആരായിരുന്നു? വി രാമയ്യങ്കാർ ആയിരുന്നു. 999 വർഷത്തേക്കാണ് 999 വർഷത്തേക്കാണ് ഈ കരാർ ഒപ്പിട്ടത്. എന്റെ ഹൃദയരക്തം കൊണ്ട് ഞാനിതിൽ ഒപ്പുവെക്കുന്നു എന്നാണ് തിരുവിതാംകൂർ രാജാവ് കരാറിനോട് പ്രതികരിച്ചത്. എന്റെ ഹൃദയരക്തം കൊണ്ട് ഞാനിതിൽ ഒപ്പുവെക്കുന്നു എന്നാണ് തിരുവിതാംകൂർ രാജാവ്. ആരാണ് ഒപ്പുവെച്ചത്? വിശാഖം തിരുനാള്. അദ്ദേഹത്തിന്റെ ദിവാൻ ആരായിരുന്നു ആ സമയത്ത്? വി രാമ അയ്യങ്കാർ ആയിരുന്നു. എന്നാണ് ഒപ്പിട്ടത്? 1886. എത്ര വർഷത്തേക്കായിരുന്നു കരാറ്? 999 വർഷത്തേക്ക്. എന്റെ ഹൃദയം കൊണ്ട് ഞാനിതിൽ ഒപ്പുവെക്കുന്നു എന്ന് പറഞ്ഞത് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട കരാറിലാണ്. അടുത്ത ചോദ്യം ചുവടെ പറയുന്നവയിൽ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ഏതാണ്? ചുവടെ പറയുന്നവയിൽ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ 6th ക്വസ്റ്റ്യൻ ആണ്, ബാണാസുര സാഗർ ആണ്. ഏതാണ്? ബാണാസുര സാഗർ ആണ് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട്. അപ്പോൾ പറഞ്ഞുതരാം. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. ഇത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് പടിഞ്ഞാറത്തറ പഞ്ചായത്താണ്. ഏതാണ്? പടിഞ്ഞാറത്തറ പഞ്ചായത്താണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത്.
കബനി നദിയുടെ പോഷക നദിയായ കരമൻ തോട് പുഴയ്ക്ക് കുറുകെയാണ് ഈ അണക്കെട്ട്. കബനി നദിയിലാണ് ഏതുള്ളത്? നമ്മുടെ ബാണാസുര സാഗർ ഉള്ളത്. അതിന്റെ തന്നെ പോഷക നദിയായ ഏത് കരമൻ തോട് പുഴയ്ക്ക് കുറുകെയാണ് ഈ അണക്കെട്ട്. അപ്പൊ ഓപ്ഷനിൽ കബനി നദി ഇല്ലെങ്കിൽ ഏത് നദിക്ക് കുറുകെയാണെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? കബനി നദിയുടെ പോഷക നദിയായ കരമൻ തോട് പുഴയ്ക്ക് കുറുകെയാണ്. മണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ബാണാസുര സാഗർ. മണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയിലെ കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ബാണാസുര സാഗർ. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിക്ക് ജലം എത്തിക്കുക എന്നതാണ് ബാണാസുര സാഗറിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിക്ക് ജലം എത്തിക്കുക എന്നതാണ് ബാണാസുര സാഗറിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഓക്കെ ആണല്ലോ. അടുത്തത് ഏതാണ്? ചുവടെ പറയുന്നവയിൽ കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ജലവൈദ്യുത പദ്ധതി അല്ലാത്തത് ഏത്? ഏതൊക്കെയാണ്? മണിയാറുണ്ട്, കൂത്തുങ്കലുണ്ട്, മാങ്കുളം ഉണ്ട്. അപ്പൊ അല്ലാത്തത് ഏതാണ്? ബാരാപ്പോളാണ് അല്ലാത്തത്. അപ്പോൾ നമുക്കിത് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്വകാര്യ മേഖലയിലെ എന്നാണ് പറയുന്നത്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനി ലിമിറ്റഡ് സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ചെറുകിട ജലവൈദ്യുത പദ്ധതിയാണ് ഈ മീൻവല്ലം എന്നത്. ഏതാണ്? മീൻവല്ലം ആണ്? നമ്മുടെ പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ നിർമ്മിച്ച ചെറുകിട വൈദ്യുത പദ്ധതിയാണ് ഏത്? നമ്മുടെ മീൻവല്ലം. പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിലാണ് സ്വകാര്യ ചെറുകിട ജലവൈദ്യുത പദ്ധതിയായ മണിയാറ്. അപ്പൊ മണിയാർ എവിടെയാണ്? മണിയാറ് പത്തനംതിട്ട ജില്ലയിലാണ്. അതൊരു സ്വകാര്യ ചെറുകിട ജലവൈദ്യുത പദ്ധതിയാണ്. അടുത്തത് സ്വകാര്യ മേഖലയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കിയിലെ കൂത്തുങ്കൽ പദ്ധതി. അപ്പൊ സ്വകാര്യ മേഖലയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അത് ഇടുക്കിയിലുള്ള കൂത്തുങ്കൽ പദ്ധതിയാണ്. ഇതിന്റെ ആസ്ഥാനം കോയമ്പത്തൂർ ആണ്. ഇതിന്റെ ആസ്ഥാനം. ഇടുക്കി ജില്ലയിലെ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ചതാണ് ഏത്? മാങ്കുളം ജലവൈദ്യുത പദ്ധതി. സംസ്ഥാനത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് KSEB വൈദ്യുതി ഗ്രിഡിലേക്ക് വിൽക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്താണ് മാങ്കുളം പഞ്ചായത്ത്. ഈ മാങ്കുളം പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കിയിലാണ്. അപ്പൊ സ്വകാര്യമായിട്ട് ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ കൂത്തുങ്കലാണ്. കൂത്തുങ്കൽ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. മണിയാറും സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. മീൻവല്ലം പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അതെവിടെ സ്ഥിതി ചെയ്യുന്നു? അത് പാലക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കല്ലടയാറ് അഷ്ടമുടിക്കായലുമായി സംഗമിക്കുന്ന പ്രദേശത്ത് രൂപപ്പെടുന്ന ചെറുദ്വീപുകളുടെ സമൂഹം ഏതാണ്? കല്ലടയാറ് അഷ്ടമുടിക്കായലുമായി സംഗമിക്കുന്ന പ്രദേശത്ത് രൂപപ്പെടുന്ന ചെറുദ്വീപുകളുടെ സമൂഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. മൺട്രോ തുരുത്താണ്. ഏതാണ്? മൺട്രോ തുരുത്ത് കല്ലടയാറും അഷ്ടമുടിക്കായലുമായി സംഗമിക്കുന്ന പ്രദേശത്ത് രൂപപ്പെട്ട ചെറുദ്വീപാണ്. ദെൻ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും മധ്യത്തിലായി കൊല്ലം ജില്ലയിലാണ് മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺട്രോയുടെ സ്മരണാർത്ഥമാണ് ദ്വീപിന് ഈ പേര് ലഭിച്ചത്. അഷ്ടമുടിക്കായലിന്റെ തീരത്താണ് നമ്മുടെ കൊല്ലം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കൊല്ലം പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിന്റെ തീരത്താണ്? അഷ്ടമുടിക്കായലിന്റെ തീരത്താണ്. കൊല്ലത്തെ പ്രധാനപ്പെട്ട ദ്വീപുകൾ ഏതൊക്കെയെന്ന് ചോദിക്കാം. ചവറ തെക്കും ഭാഗം, പെഴുന്തുരുത്ത്, പള്ളിയാന്തുരുത്ത്, പട്ടംതുരുത്ത്, പനക്കാത്തുരുത്തൊക്കെയാണ്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. കൊല്ലം ജില്ലയിലെ തൃക്കരുവ ഗ്രാമപഞ്ചായത്തിൽ അഷ്ടമുടിക്കായലിലുള്ള മുനമ്പാണ് സാമ്പ്രാണിക്കൊടി. വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ ഈ പ്രദേശം പ്രസിദ്ധമാണ്. അപ്പൊ സാമ്പ്രാണിക്കൊടിയും എന്തിന്റെ ഭാഗമാണ്? അഷ്ടമുടിക്കായലിന്റെ ഭാഗമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. അടുത്തത് തട്ടേക്കാടിലെ
ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതത്തോട് ചേർന്ന് കാണുന്ന ജലാശയത്തിന് രൂപം നൽകിയ അണക്കെട്ട് ഏതാണ്? അപ്പൊ തട്ടേക്കാടാണ് ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തട്ടേക്കാടാണ്. തട്ടേക്കാട് എറണാകുളത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ തട്ടേക്കാട് ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഭൂതത്താൻ കെട്ടാണ്. ഭൂതത്താൻ കെട്ട് എന്ന അണക്കെട്ടാണ് പിന്നെ ഈ ഒരു ജലാശയത്തിന് രൂപം നൽകുന്നത്. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കില് പെരിയാറിന് കുറുകെയാണ് ഭൂതത്താൻ കെട്ട് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. 1957 പെരിയാർ നദീതട ജലസേചന പദ്ധതി എന്ന പേരിലാണ് ഭൂതത്താൻ കെട്ട് അണക്കെട്ട് പണി ആരംഭിച്ചത്. 1957. ഇത് കമ്മീഷൻ ചെയ്തത് 1964 പെരിയാറിന്റെ പോഷക നദിയായ ഇടമലയാറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഇടമലയാർ അണക്കെട്ടും എറണാകുളം ജില്ലയിലാണ്. അപ്പൊ ഭൂതത്താൻ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എന്തിന്റെ കുറുകെയാണ്? എറണാകുളം ജില്ലയില് കോതമംഗലം താലൂക്കില് പെരിയാറിന് കുറുകെ സ്ഥാപിച്ചിട്ടുള്ളതാണ് ഭൂതത്താൻ കെട്ട്. തട്ടേക്കാട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏത് അണക്കെട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെടുത്തിയാണ് കൊലുമ്പൻ എന്ന ആദിവാസിയുടെ പേര് പരാമർശിക്കപ്പെടാറുള്ളത്? ഏത് അണക്കെട്ടിന്റെ ആണ്? ഓപ്ഷൻ ഡി ആണ്, ഇടുക്കി അണക്കെട്ടിൻ്റെതാണ്. അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് ഇടുക്കി അണക്കെട്ട്. ഇത് പെരിയാറിലെ കുറവൻ കുറത്തി മലകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം, കുറവൻ കുറത്തി മലയിടുക്കിനെ സംബന്ധിച്ച് പുറം ലോകമായിട്ട് അധികം ബന്ധമില്ല. പുറം ലോകത്തിന് ഇത് ആദ്യമായിട്ട് കാട്ടിക്കൊടുത്തത് ഒരു ആദിവാസിയാണ്, അദ്ദേഹമാണ് കൊലുമ്പൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കൊലുമ്പൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ ഈ ഒരു അണക്കെട്ടുമായിട്ട് ബന്ധപ്പെടുത്തി പറയാറുള്ളത്. ഏഷ്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ടാണ് ഏത്? ഇടുക്കി. ഏതാണ്? ഏഷ്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ടാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് ഇടുക്കി. ഇടുക്കി അണക്കെട്ടിന്റെ ഉദ്ഘാടനം നടന്നത് 1976 ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. 1976 ഫെബ്രുവരിയിലാണ് ഇതിന്റെ ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. 780 മെഗാവാട്ട് ഉൽപാദന ശേഷിയുള്ള പദ്ധതിയാണിത്. ഊർജോൽപാദന കേന്ദ്രം എവിടെയാണ്? മൂലമറ്റത്താണ്. ഇതിന്റെ ഊർജ ഉൽപാദനം നടക്കുന്നത് എവിടെയാണ്? മൂലമറ്റത്താണ്. എത്രയാണ് ഇതിന്റെ ഉൽപാദന ശേഷി? 780 മെഗാവാട്ടാണ്. ഷട്ടറുകളില്ലാത്ത കേരളത്തിലെ അണക്കെട്ടാണ് ഇടുക്കി. ഇടുക്കി ഡാമിന് എന്തില്ല? ഷട്ടറുകളില്ല. ഷട്ടറുകളില്ലാത്ത കേരളത്തിലെ അണക്കെട്ടാണ് ഇടുക്കി. 780 മെഗാവാട്ടാണ് ഉൽപാദന ശേഷി. ഇത് ഊർജ ഉൽപാദന കേന്ദ്രം എവിടെയാണ്? മൂലമറ്റത്താണ് ഊർജ ഉൽപാദിപ്പിക്കുന്നത്. പിന്നെ അടുത്തെന്താണ്? 1976 ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നിങ്ങൾ യൂണിവേഴ്സിറ്റി LGSന് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ തയ്യാറാണ്, പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും SCRT ഫിനിഷ് ചെയ്യണം. SCRT പഠിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് സോഷ്യൽ സയൻസ്, മലയാളം, മാത്സ് എന്നിവ പഠിക്കണം. മലയാളം പഠിക്കണമെന്നുള്ളൊരു സംശയം കാണും. മലയാളം തീർച്ചയായിട്ടും പഠിക്കണം. സാഹിത്യകാരന്മാരെ പറ്റിയിട്ടൊക്കെ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.